നമസ്കാരം. ലോകത്തിലെ ആദ്യ 5ാം തലമുറ അന്തർവാഹിനി വികസിപ്പിച്ചവതരിപ്പിച്ച് ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ് സ്വീഡന്റെ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ സാബ്. A26 എന്ന പേരിൽ സാബ് അവതരിപ്പിച്ചിരിക്കുന്ന ഈ പുതു അന്തർവാഹിനി ലോകത്തിന്റെ സൈനിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സാബിന്റെ A26 എന്ന പുതിയ അന്തർവാഹിനി ഒരു സാധാരണ സബ്മറൈൻ അല്ല. ഒളിഞ്ഞും ശബ്ദമില്ലാതെയും ഏതൊരു സമുദ്രമേഖലയിലും പ്രവർത്തിക്കാനുള്ള അതുല്യമായ കഴിവ് ഈ അത്യാധുനിക യുദ്ധ സബ്മറൈനുണ്ട്. ഇക്കാലമത്രയും പുറത്തിറക്കപ്പെട്ടിട്ടുള്ള അന്തർവാഹിനികളെക്കാൾ ഉയർന്ന സാങ്കേതിക വിദ്യയും ശേഷിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സാബ് ലോകത്തിലെ ആദ്യ 5ാം തലമുറ സബ്മറൈൻ സാധ്യമാക്കിയിരിക്കുന്നത്. പൊതുവെ അന്തർവാഹിനികളുടെ സാന്നിധ്യം തിരിച്ചറിയപ്പെടുന്നത് അവയിൽ നിന്നും പുറപ്പെടുന്ന സോണാർ ശബ്ദത്തിലൂടെയാണ്. എന്നാൽ A26 സബ്മറൈൻ വളരെ കുറച്ച് ശബ്ദം മാത്രമേ പുറപ്പെടുവിക്കുന്നുള്ളൂ. അതിനാൽ തന്നെ പുറമേ നിന്ന് തിരിച്ചറിയുക എന്നത് അസാധ്യമാണ്. അതിനാൽ തന്നെ ഇവ വിന്യസിക്കപ്പെടുന്ന മേഖലയിൽ ശത്രുക്കൾക്ക് ഇവയെ തിരിച്ചറിയാൻ ഏറെ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ സബ്മറൈനുകൾ ഇന്ധനം നിറയ്ക്കുന്നതിനും മറ്റുമായി ഇടയ്ക്കിടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് വരാറുണ്ട്. എന്നാൽ A26ന് ദീർഘനാൾ വെള്ളത്തിനടിയിൽ തന്നെ തുടരാനാകും. ഈ അന്തർവാഹിനിയിലുള്ള 3 സ്റ്റിർലിംഗ് എഞ്ചിനുകളാണ് ആഴ്ചകളോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ ഈ അന്തർവാഹിനിയെ പ്രാപ്തമാക്കുന്നത്. ഇത്തരം സ്റ്റിർലിംഗ് എഞ്ചിനുകൾ നിശബ്ദതയാർന്ന പ്രവർത്തനങ്ങൾക്കും വളരെ പേരുകേട്ടതാണ്. 66 മീറ്റർ അഥവാ 217 അടി ഉയരവും 170 മീറ്റർ നീളവുമാണ് A26 അന്തർവാഹിനിക്കുള്ളത്. വളരെ ചെറിയ വലിപ്പമുള്ള ഈ അന്തർവാഹിനി ആഴം കുറഞ്ഞതും യൂറോപ്പിൽ ഏറെ സൈനിക പ്രാധാന്യമുള്ളതുമായ ബാൾട്ടിക് കടലിലെ പ്രവർത്തനത്തിന് പോലും ഈ അന്തർവാഹിനി അനുയോജ്യമാണ്. ഇതിൽ ഡീസൽ ഇലക്ട്രിക് എഞ്ചിനാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ദീർഘനേരം വെള്ളത്തിനടിയിൽ തുടരാൻ ഈ അന്തർവാഹിനിയെ അനുവദിക്കുന്നു. A26ന്റെ സ്റ്റെൽത്ത്, മിഷൻ റേഞ്ച്, അണ്ടർ വാട്ടർ എൻഡ്യൂറൻസ് എന്നിവ ആണവ സബ്മറൈനുകളോട് കിടപിടിക്കുന്നതാണ്. 8.6 ബില്യൺ സ്വീഡിഷ് ക്രൗൺസ് അഥവാ $903 മില്യൺ ചെലവാണ് ഈ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിനായി ചെലവാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. A26 സബ്മറൈന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക പോർട്ടലാണ്. ഈ സംവിധാനത്തിലൂടെ വെള്ളത്തിനടിയിൽ നിലനിൽക്കുമ്പോഴും ഈ അന്തർവാഹിനിക്ക് കമാൻഡോകളെ പുറത്തേക്കിറക്കാനാകും. അങ്ങനെ സൈനികർക്ക് അണ്ടർ വാട്ടർ റോബോട്ട്സ്, സ്മോൾ സബ്മറൈൻസ് മുതലായവ ഉപയോഗിച്ച് കടലിനടിയിൽ രഹസ്യ ദൗത്യങ്ങൾ നടത്താനുമാകും. ശത്രുവിന്റെ ഭൂപ്രദേശങ്ങൾ, തീരപ്രദേശങ്ങൾ, കപ്പലുകൾ, തുറമുഖങ്ങൾ, സ്ട്രാറ്റജിക് സൗകര്യങ്ങൾ എന്നിവയെല്ലാം ടോർപിഡോകൾ, മൈനുകൾ മുതലായവ ഉപയോഗിച്ച് നിഷ്പ്രയാസം ആക്രമിക്കാനുമാകും. പരമ്പരാഗത അന്തർവാഹിനികളിൽ നിന്നും A26നെ മാറ്റി നിർത്തുന്ന മറ്റൊരു പ്രധാന സവിശേഷതയാണ് കടലിനടിയിലൂടെയുള്ള ഇന്റർനെറ്റ് കേബിൾ പൈപ്പ് ലൈനുകൾ ആക്രമിക്കാനുള്ള ശേഷി. കടലിനടിയിലൂടെയുള്ള പൈപ്പുകളിലൂടെയും കേബിളുകളിലൂടെയുമാണ് ഇന്ന് പല രാജ്യങ്ങളും പരസ്പരം ഡാറ്റ, ഇന്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് എന്നിവ കൈമാറുന്നത്. A26 സബ്മറൈന് അവ സംരക്ഷിക്കാനാകും എന്നതിനൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ശത്രുവിന്റെ ഇത്തരം സംവിധാനങ്ങളെ തകർക്കാനും ശേഷിയുണ്ട്. ശത്രു നീക്കങ്ങൾ പിടികൂടാനും അതേസമയം അവരുടെ നിരീക്ഷണ വലയത്തിൽ നിന്നും ഒളിഞ്ഞിരിക്കാനും ആവശ്യമെങ്കിൽ ആക്രമിക്കാനുമായാണ് ഇത്തരം ഒരു സബ്മറൈൻ സാബ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്വീഡനു വേണ്ടിയാണ് സാബ് തങ്ങളുടെ ആദ്യ A26 അന്തർവാഹിനി വികസിപ്പിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പോളണ്ടും 3 A26 സബ്മറൈനുകൾ വാങ്ങാനുള്ള നീക്കത്തിലുമാണ്. ഭാവിയിൽ മറ്റ് രാജ്യങ്ങളും ഈ അത്യാധുനിക ശേഷിയുള്ള സബ്മറൈൻ സ്വന്തമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ A26ന്റെ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വീഡന്റെ സൈന്യത്തിനായി 2030 ആകുമ്പോഴേക്കുമായിരിക്കും തങ്ങളുടെ ആദ്യ ബാച്ച് 5ാം തലമുറ അന്തർവാഹിനി സാബ് കൈമാറുക. ഇതിനകം തന്നെ പല രാജ്യങ്ങളും ഈ സബ്മറൈനിൽ വലിയ താല്പര്യം പ്രകടമാക്കി കഴിഞ്ഞു. ഇത്രയും അത്യാധുനിക ശേഷികളോടുകൂടിയ തികച്ചും ഒളിഞ്ഞിരുന്നുള്ള പ്രവർത്തനത്തിനുതകുന്ന മൾട്ടിപർപ്പസ് സബ്മറൈൻ ഇതുവരെ ലോകത്ത് മറ്റൊരു രാജ്യവും സാധ്യമാക്കിയിട്ടില്ല എന്നാണ് സാബ് അവകാശപ്പെടുന്നത്. തീരപ്രദേശങ്ങളെ പോലും ആക്രമിക്കാനാകുന്ന ഈ സബ്മറൈന് അണ്ടർ വാട്ടർ ഇന്റർനെറ്റ് കേബിൾസ് എന്നിവയ്ക്ക് വരെ വെല്ലുവിളി ഉയർത്താനാകുമെന്നത് ശ്രദ്ധേയമാണ്. ബാൾട്ടിക് കടൽ പോലെ ആഴം കുറഞ്ഞ മേഖലകളിൽ പോലും പ്രവർത്തിക്കാനുള്ള ഈ സബ്മറൈന്റെ പ്രത്യേക ശേഷി സ്വീഡൻ, പോളണ്ട് പോലുള്ള രാജ്യങ്ങൾക്കും
നാറ്റോയ്ക്കും ഏറെ ഗുണം ചെയ്യും. ചുരുക്കത്തിൽ സാബ് അവതരിപ്പിച്ച ഈ പുതിയ A-26 5ാം തലമുറ സബ്മറൈൻ സാധാരണയൊരു യുദ്ധ സംവിധാനമല്ല. നിലവിലുള്ള സമുദ്ര രക്ഷാ സംവിധാനങ്ങളെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ ശേഷിയുള്ള അണ്ടർ വാട്ടർ വെപ്പണാണിത്. ലോകത്തെ ഏറ്റവും സാങ്കേതികമായി മുന്നേറിയ അന്തർവാഹിനികളിൽ ഒന്നായി ഇതിനോടകം തന്നെ A-26 വിലയിരുത്തപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.